Welcome to Zach Dreams. ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. വിശേഷങ്ങൾ എന്നൊന്നും പറയാൻ മാത്രമല്ല, ചെറിയൊരു കുക്കിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് അടിപൊളിയായിട്ട് എങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. ചെമ്മീൻ ഞാൻ നല്ലതുപോലെ നന്നാക്കി കഴുകി വൃത്തിയാക്കി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് സമയം വെച്ചാൽ നല്ലപോലെ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കലുണ്ടാവും. ഉണ്ടാക്കലുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ ഒരു വശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ ഭാഗങ്ങളൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചു. പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ടായിരുന്നു കേട്ടോ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ചെമ്മീനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കൂന്തളാണെങ്കിലും ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ റബ്ബർ കഷ്ണം പോലെ ആയി വരും കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വേവാഞ്ഞിട്ടാണ് ഇങ്ങനെയെന്നുള്ളത് കേട്ടോ. പിന്നെയാണ് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഓവർ കുക്ക് ചെയ്യാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഒരു വശം ആയപ്പോൾ ഞാൻ മറ്റേ വശം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാവുമ്പോഴത്തേക്ക് അതിലേക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെറിയ തക്കാളി, പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടെ. സവാളയൊക്കെ കനം കുറച്ച് തന്നെ നല്ലോണം കനം കുറച്ച് അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ തക്കാളിയും. അപ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീനൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്നത്. അതാണ് വെളിച്ചെണ്ണ എടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെമ്മീനും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ആ ഒരു എണ്ണയിലേക്ക് ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം പട്ട അത്രയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ചെറിയ ഏലക്കായ ചെറുതായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു 2 മിനിറ്റ്. അപ്പോൾ ഇതാ ഏകദേശം സവാളയൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ സമയത്ത് കുരുമുളക് പൊടിയോ ഗരം മസാലയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ ആദ്യം പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ ആ പൊടികളെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം പിന്നെ ഇപ്പോൾ ഇതാ നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ട് തന്നെ അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുകയുള്ളൂ. നല്ലപോലെ തക്കാളിയും ഉള്ളിയും ഉടഞ്ഞ് കിട്ടിയാൽ തന്നെയാണ് കേട്ടോ ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ. തക്കാളി നല്ലപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ ഇടുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടണമെങ്കിൽ ചെറിയൊരു ഗ്രേവി ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റായിട്ട് മാറും. ഈ സമയത്ത് ഉപ്പിൻ്റെ ചെറിയൊരു കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് യോജിച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് സവാളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലേൻ്റെ പാത്രം തപ്പിയപ്പം 2-3 ഇല മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മാറ്റി വെച്ച ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ അകത്തൊക്കെ നല്ല പോലെ മണം പറിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണം. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും. എനിക്കിത് ശരിക്കും
ഈ സമയത്ത് കാണുമ്പം തന്നെ കൊതി വരുന്നുണ്ട്. അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമ്മളെ ചെമ്മീനായാലും കൂന്തളും ഇങ്ങനെ വെക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കോളിഫ്ലവർ ആണെങ്കിലും കോളിഫ്ലവർ ഞാൻ ഒരു വട്ടം ഇതിൽ കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണെങ്കിലൊക്കെ നല്ല ദോശയ്ക്കാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വെച്ചാൽ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒരു ലോഡ് പാത്രം കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകി വെക്കട്ടെ. ഞങ്ങളിവിടെ രാത്രി നേരത്തെ തന്നെ ഫുഡ് കഴിക്കും കേട്ടോ. ഞാൻ എല്ലാ വ്ളോഗിലും പറയലുണ്ട് രാത്രിക്കത്തെ വ്ളോഗ് എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകി കിച്ചൺ പെട്ടെന്ന് തന്നെ അടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട്. അപ്പോൾ ഇനി രാവിലത്തേക്കുള്ള കുറച്ച് നമ്മുടെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് ടൈം ഇങ്ങനെ കറണ്ട് പോയും വന്നും ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടപ്പോൾ തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് പെട്ടെന്ന് കിച്ചണിൽ നിന്ന് കയറാമെന്ന് വിചാരിച്ച ഞാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കിച്ചണിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ ജാറിലേക്ക് ഇട്ടതും കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ലൈറ്റ് മങ്ങിയിട്ടുള്ളത്. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഇൻട്രൊഡക്ഷൻ ചെറുതായിട്ടൊന്ന് മാറ്റിയാലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനത് മാറ്റണം എന്ന് എപ്പോഴും വിചാരിക്കലുണ്ട്. പക്ഷെ അത് ഒഴുക്കിന് ആദ്യം മുതലേ പറഞ്ഞ് ശീലിച്ചതല്ലേ, ആ ഒഴുക്കിന് അങ്ങനെ പോണതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ എനിക്ക് അതുപോലെ മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് മാറ്റേണ്ടതെന്നുള്ളതൊന്നും പറഞ്ഞില്ല, ചെറുതായിട്ടൊന്ന് മാറ്റിയാലോ എന്ന് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മതിയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ നമ്മുടെ അരിയൊക്കെ അരച്ച് ഇതാ ഇടയ്ക്ക് കറണ്ടും പോയും വന്നും അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ അരച്ച് നമ്മുടെ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് തുടച്ച് ക്ലീനാക്കി വെക്കുകയാണ്. അപ്പം രാത്രി ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് കിച്ചണും വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ആ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.